ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് യൂട്യൂബിൽ എങ്ങനെയാണ് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ വരുത്തുന്നത്, എങ്ങനെയാണ് വാച്ച് ടൈം കൂട്ടാം, ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. 2025 യൂട്യൂബിൽ കൂടുതൽ സബ്സ്ക്രൈബർമാരെ നേടാനുള്ള 6 വഴികൾ. പ്ലേലിസ്റ്റുകൾ ഉപയോഗിക്കുക, ദൈർഘ്യമേറിയ വീഡിയോകൾ പ്രസിദ്ധീകരിക്കുക, നിങ്ങളുടെ എൻഡ് സ്ക്രീനിൽ വീഡിയോകൾ പ്രൊമോട്ട് ചെയ്യുക, ഒരു ബ്രാൻഡ് വാട്ടർമാർക്ക് ചേർക്കുക, വീഡിയോ ഗുണനിലവാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, എല്ലാ അഭിപ്രായങ്ങൾക്കും മറുപടി നൽകുക. യൂട്യൂബിൽ ഒരു പ്ലേലിസ്റ്റ് എങ്ങനെ നിർമ്മിക്കാം? നിങ്ങളുടെ പ്ലേലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന വീഡിയോയുടെ വാച്ച് പേജിലേക്ക് പോകുക. വീഡിയോയ്ക്ക് താഴെ പുതിയ പ്ലേലിസ്റ്റ് സൃഷ്ടിക്കുക. അതിൽ ടാപ്പ് ചെയ്യുക. പ്ലേലിസ്റ്റിൽ പേര് നൽകുക. നിങ്ങളുടെ പ്ലേലിസ്റ്റിന്റെ സെറ്റിംഗ്സ് തിരഞ്ഞെടുക്കുക. ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, വിസിബിലിറ്റി, സോർട്ട് ഓർഡർ എന്നിവ ചേർക്കുക. ക്രിയേറ്റ് ചെയ്യുക. എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് സ്ക്രീൻ റെക്കോർഡ് വഴി നോക്കാം. യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് ഓപ്പൺ ചെയ്ത് യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കുക. യൂട്യൂബ് സ്റ്റുഡിയോ എടുത്ത് അതിൽ കണ്ടന്റ് സെറ്റിംഗ്സിൽ കണ്ടന്റ്സ് ഡാഷ്ബോർഡിന് താഴെയുള്ള കണ്ടന്റിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് ഏത് വീഡിയോ ആണോ വേണ്ടത് ആ വീഡിയോ സെലക്ട് ചെയ്യുക. വീഡിയോ സെലക്ട് ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. പ്ലേലിസ്റ്റ് എന്ന് കാണും. ആ പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ പ്ലേലിസ്റ്റ് കൊടുക്കുക. പ്ലേലിസ്റ്റിന്റെ ടൈറ്റിൽ എന്താണോ ടൈറ്റിൽ ആഡ് ചെയ്യുക. പ്ലേലിസ്റ്റിന്റെ നെയിം ആഡ് ചെയ്യുക. എന്താണോ നമ്മൾ ചെയ്യുന്നത് ആ നെയിം വേണം കൊടുക്കാനായിട്ട്. ഇപ്പൊ ന്യൂസ് ആണെങ്കിൽ എഡ്യൂക്കേഷൻ ന്യൂസ്, എന്താണോ നമ്മൾ ചെയ്യുന്നത് ആ വീഡിയോയുടെ നെയിം പ്ലേലിസ്റ്റിൽ കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന നമ്മളുടെ വീഡിയോനെ കുറിച്ചുള്ള വിവരങ്ങള് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുക. 5000 ലെറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ വിസിബിലിറ്റി പബ്ലിക് സെലക്ട് ചെയ്യുക. ഡീഫോൾട്ട് വീഡിയോ ഓർഡർ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ഡേറ്റ് പബ്ലിഷ്ഡ് ന്യൂവസ്റ്റ് കൊടുത്താൽ ഏറ്റവും പുതിയത് ടോപ്പിൽ വന്ന് കിടക്കും. എന്നിട്ട് ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മളുടെ പുതിയ പ്ലേലിസ്റ്റ് വന്നിട്ടുണ്ടായിരിക്കും. അടുത്തത് എൻഡ് സ്ക്രീനിൽ വീഡിയോകൾ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം. എൻഡ് സ്ക്രീൻ ആഡ് ചെയ്യാനായിട്ട് യൂട്യൂബ് സ്റ്റുഡിയോയിൽ സൈൻ ഇൻ ചെയ്യുക. ലെഫ്റ്റ് മെനുവിൽ നിന്ന് കണ്ടന്റ് തിരഞ്ഞെടുക്കുക. നിങ്ങൾ എഡിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വീഡിയോയുടെ ടൈറ്റിലോ ഐക്കണിലോ ക്ലിക്ക് ചെയ്യുക. ലെഫ്റ്റ് മെനുവിൽ നിന്ന് എഡിറ്റർ തിരഞ്ഞെടുക്കുക. എൻഡ് സ്ക്രീൻ തിരഞ്ഞെടുത്ത് നിങ്ങൾ ചേർക്കാൻ ആഗ്രഹിക്കുന്ന എലമെന്റ് തിരഞ്ഞെടുക്കുക. സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എങ്ങനെയാണ് എൻഡ് സ്ക്രീൻ വീഡിയോകൾ പ്രൊമോട്ട് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെ യൂട്യൂബില് വൈറ്റ്യൂബ് സ്റ്റുഡിയോ എടുക്കുക. നമ്മൾ അവിടെ നിന്ന് കണ്ടന്റ് സെലക്ട് ചെയ്യുക. ഡാഷ്ബോർഡിനടിയിലുള്ള കണ്ടന്റ് സെലക്ട് ചെയ്യുക. ഏത് വീഡിയോനാണോ നമ്മൾ എൻഡ് സ്ക്രീൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വീഡിയോ സെലക്ട് ചെയ്ത് എടുക്കുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഈ റൈറ്റ് സൈഡില് എൻഡ് സ്ക്രീൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. എലമെന്റ് നമുക്ക് ഏത് എലമെന്റ് ആണോ ആഡ് ചെയ്യേണ്ടത് ആ എലമെന്റ്, വീഡിയോ ആണെങ്കിൽ വീഡിയോ, പ്ലേലിസ്റ്റ്, സബ്സ്ക്രൈബ്, ചാനൽ ഏതാണ് അല്ല ലിങ്ക് ആണ് കൊടുക്കുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം സേവിൽ ക്ലിക്ക് ചെയ്യുക. എൻഡ് സ്ക്രീൻ ആഡ് ആയിട്ടുണ്ടായിരിക്കും. യൂട്യൂബിൽ ഒരു ബ്രാൻഡ്
വാട്ടർമാർക്ക് എങ്ങനെ ചേർക്കാം. നിങ്ങളുടെ ചാനലിൽ ബ്രാൻഡഡ് വാട്ടർമാർക്ക് ആഡ് ചെയ്യാൻ യൂട്യൂബ് സ്റ്റുഡിയോയിൽ സൈൻ ഇൻ ചെയ്യുക. ലെഫ്റ്റ് മെനുവിൽ നിന്ന് കസ്റ്റമൈസേഷൻ തിരഞ്ഞെടുക്കുക. പ്രൊഫൈൽ തിരഞ്ഞെടുക്കുക. വീഡിയോ വാട്ടർമാർക്ക് തിരയുക. നിങ്ങളുടെ വാട്ടർമാർക്ക് ചിത്രം അപ്ലോഡ് ചെയ്യുക. 150x150 പിക്സലുകളുള്ള 1 MB അല്ലെങ്കിൽ അതിൽ കുറവുള്ള ഒരു PNG ആനിമേഷനുകൾ ഇല്ലാത്ത ജിഫ്, BMP അല്ലെങ്കിൽ JPEG ഫയൽ സെലക്ട് ചെയ്യാവുന്നതാണ്. പബ്ലിഷ് ക്ലിക്ക് ചെയ്യുക. വീഡിയോ പ്ലെയറിന്റെ വലത് കോണിലുള്ള നിങ്ങളുടെ വീഡിയോകളിൽ വാട്ടർമാർക്ക് കാണാനായിട്ട് കഴിയും. എങ്ങനെയാണ് വാട്ടർമാർക്ക് ആഡ് ചെയ്യാന്ന് നോക്കാം. നമ്മൾ YTube സ്റ്റുഡിയോ എടുക്കുക. YTube സ്റ്റുഡിയോ എടുത്തിട്ട് താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുക. ഡാഷ്ബോർഡ് കാണാം. അവിടെ നിന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യാം. കസ്റ്റമൈസേഷൻ കാണാം. കസ്റ്റമൈസേഷൻ എടുക്കുക. താഴേക്ക് സ്ക്രോൾ ചെയ്യുക. റൈറ്റ് സൈഡിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യാം. താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് വീഡിയോ വാട്ടർമാർക്ക് എന്ന് കാണാം. അപ്പോൾ അതിന്റെ എങ്ങനെയുള്ള പിക്ചറാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നതെന്ന് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. An image that's 150x150 pixels is recommended. Use a PNG, GIF, no animation, BMP or JPG files that 1 MB or less. അപ്പോ 150x150 പിക്സലിലുള്ള PNG ഫയലോ, ജിപ്പ് ഫയലോ, BMPയോ, JPEG ഫയലോ നമ്മൾ സേവ് ചെയ്തിട്ട് മുൻപ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. അത് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ പിക്ചർ ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ കാണും. അതിൽ ആ പിക്ചർ സെലക്ട് ചെയ്തിട്ട് ഡൺ കൊടുക്കുക. അപ്ലോഡ് കൊടുക്കുക. പിക്ചർ സെലക്ട് ചെയ്യാം. നമുക്ക് എവിടെയാണോ പിക്ചർ എന്ന് വെച്ചാൽ ആ പിക്ചർ സെലക്ട് ചെയ്യാം. ആ പിക്ചർ സെലക്ട് ചെയ്തതിനു ശേഷം ഓപ്പൺ കൊടുക്കുക. ഡണ്ണില് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വാട്ടർമാർക്ക് ആഡ് ചെയ്ത് വന്നിട്ടുണ്ടായിരിക്കും. അടുത്തത് യൂട്യൂബിൽ വീഡിയോ നിലവാരത്തിൽ എങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാം. നമ്മുടെ ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി എങ്ങനെയാണ് ക്രമീകരിക്കുക, എങ്ങനെയാണ് തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ്. നിങ്ങൾ കാണുന്ന വീഡിയോയുടെ വീഡിയോ ക്വാളിറ്റി മാറ്റാനായിട്ട് വീഡിയോ പ്ലെയറിൽ സെറ്റിംഗ്സ് തിരഞ്ഞെടുക്കുക. ക്വാളിറ്റി ടാപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ക്വാളിറ്റി തിരഞ്ഞെടുക്കുക. ഓട്ടോമാറ്റിക് എന്നുള്ളത് സെലക്ട് ചെയ്ത് എടുക്കുക. ആവശ്യമെങ്കിൽ നിങ്ങളുടെ നിലവിലെ വീഡിയോയുടെ റെസൊല്യൂഷൻ ക്വാളിറ്റി തിരഞ്ഞെടുക്കുക. ഇനി എല്ലാ കമന്റുകൾക്കും മറുപടി നൽകുക. ഓരോ മറുപടിയും നിങ്ങളുടെ വീഡിയോയുടെ എൻഗേജ്മെന്റ് ആയി യൂട്യൂബ് കണക്കാക്കും. അതിനാൽ നിങ്ങൾ റിപ്ലൈ നൽകിയില്ലെങ്കിൽ യൂട്യൂബ് അതിനെ മോർ എൻഗേജ്മെന്റ് ആയിട്ട് കാണും. ഇതിനായിട്ട് ആദ്യം യൂട്യൂബ് സ്റ്റുഡിയോയിൽ സൈൻ ഇൻ ചെയ്യുക. ഡാഷ്ബോർഡിലേക്ക് പോകുക. നിങ്ങൾക്ക് റിപ്ലൈ നൽകാനായിട്ട് ആഗ്രഹിക്കുന്ന കമന്റ് കണ്ടെത്തുക. വ്യൂ മോർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. കമന്റിന് താഴെയുള്ള മറുപടി ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ റെസ്പോൺസ് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ കമന്റ് പോസ്റ്റ് ചെയ്യാൻ വീണ്ടും റിപ്ലൈ ക്ലിക്ക് ചെയ്യുക. എങ്ങനെയാണ് കമന്റ് റിപ്ലൈ കൊടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കുക. യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തതിന് ശേഷം ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യുക. ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മളുടെ ലേറ്റസ്റ്റ് കമന്റ്സ് കിടക്കുന്നുണ്ടാവും. അതിൽ വ്യൂ മോർ കൊടുക്കുക. വ്യൂ മോർ കൊടുത്തതിന് ശേഷം നമുക്ക് ഏതാണോ കമന്റ് ചെയ്യേണ്ടത് ആ കമന്റ് എടുത്തിട്ട് റിപ്ലൈ സെലക്ട് ചെയ്യുക. നമുക്ക് റിപ്ലൈ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ചെയ്യേണ്ട റിപ്ലൈ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ റിപ്ലൈ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് റിപ്ലൈ കൊടുക്കുക. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടാൽ
സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി.